നമസ്കാരം, സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മള് വലിയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ലേഖനങ്ങളോ ഒക്കെയാണല്ലോ എടുക്കാറ്. അതെ. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരൊറ്റ വാക്യമാണ്, വെറും ഒറ്റൊരു വാക്യം. അത് കൗതുകകരമാണല്ലോ. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമല്ലേ? പക്ഷേ ചിലപ്പോൾ ഏറ്റവും വലിയ ആശയങ്ങൾ, ശരിക്കും നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവ ഒളിഞ്ഞിരിക്കുന്നത് അത്തരം ചെറിയ വാക്യങ്ങളിലായിരിക്കും. തീർച്ചയായും. ഒരു വലിയ പെയിന്റിങ്ങിന്റെ മുഴുവൻ ഭാവവും ചിലപ്പോൾ ഒരൊറ്റ ബ്രഷ് സ്ട്രോക്കിൽ കാണാൻ കഴിയുന്നത് പോലെയാണിത്. കൃത്യം, അതുതന്നെ. അപ്പോ നമുക്ക് ലഭിച്ച സോഴ്സ് ഖുറാനിലെ 9-ാം അധ്യായമായ സൂറ അത്ത്-തൗബയിലെ 51-ാം വാക്യമാണ്. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇതാണ്: വിധി, വിശ്വാസം, പിന്നെ സമർപ്പണം. ഇതുപോലുള്ള വലിയ ആശയങ്ങളെ ഈ ഒരൊറ്റ വാക്യം എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. ശരി. പ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അല്ലാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. ഓക്കെ, നമുക്കിതൊന്ന് കീറിമുറിച്ചു പരിശോധിക്കാം, അല്ലേ? അതെ. ഒറ്റ കേൾവിയിൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ഓരോ ഭാഗത്തിനും നല്ല ആഴമുണ്ട്. ശരിയാണ്. നമുക്ക് ആദ്യത്തെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം. അല്ലാഹു ഞങ്ങൾക്കായി രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലൊരു ചോദ്യം വരും: ഈ ദൈവം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ വിധി എന്ന ആശയം? സ്വാഭാവികമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും നിസ്സഹായരാണെന്നല്ലേ തോന്നുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിയന്ത്രണവുമില്ലേ? അതെ, ആ ഒരു ചിന്ത വരാം. എല്ലാം നേരത്തെ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മുടെ പരിശ്രമങ്ങൾക്ക്, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് എന്തു വിലയാണുള്ളത്? വളരെ സ്വാഭാവികമായ ഒരു സംശയമാണത്. കാരണം വിധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഒരുതരം നിസ്സഹായതയുടെ ചിത്രമാണ്. അതെ, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതുപോലെ. അതുതന്നെ. എന്നാൽ ഈ ആശയത്തെ അങ്ങനെ കാണേണ്ടതില്ല എന്നതാണ് ഇവിടുത്തെ കൗതുകകരമായ കാര്യം. ഓക്കെ. ഇതിനെ മനഃശാന്തിയുടെ ഒരു ഉറവിടമായി കാണാനാണ് ഈ വാക്യം ശരിക്കും പ്രേരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും, ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ മാത്രം ചുമലിലാണ് എന്ന് കരുതുന്നത് എത്ര വലിയൊരു ഭാരമാണ്. ശരിയാണ്. ഓരോ ചെറിയ കാര്യത്തിലും ഞാനെടുത്ത തീരുമാനം ശരിയാണോ, ഇനി എന്ത് സംഭവിക്കും, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയോ, അതെ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. ഒരുതരം പെർഫോമൻസ് ആങ്സൈറ്റി പോലെ. ആ വാക്ക് വളരെ ശരിയാണ്, പെർഫോമൻസ് ആങ്സൈറ്റി. എന്നാൽ ആത്യന്തികമായി കാര്യങ്ങൾ ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുമ്പോൾ ആ ഭാരം കുറയുന്നു. അതിനർത്ഥം നമ്മൾ ഒന്നും ചെയ്യണ്ടെന്നാണോ? ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ ശ്രദ്ധ എന്ത് സംഭവിക്കുമോ എന്ന ഭയത്തിൽ നിന്ന് ഇപ്പോൾ എന്റെ കയ്യിലുള്ളതെന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്നു. ഓക്കെ, നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ വിട്ട് കയ്യിലുള്ളതിൽ ശ്രദ്ധിക്കുക. അതെ, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആദി ഉപേക്ഷിച്ച് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ, അതായത് നമ്മുടെ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും. ഒരുതരം മാനസികമായ ഭാരം ഇറക്കി വെക്കുന്നത് പോലെ. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ഉദാഹരണം ഓർമ്മ വരുന്നു. നമ്മളൊരു പുഴയിലൂടെ തോണിയിൽ യാത്ര ചെയ്യുന്നത് പോലെ. നല്ലൊരു താരതമ്യം. തോണി തുഴയാനും അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പരിശ്രമങ്ങൾ. ശരിയാണ്. എന്നാൽ പുഴയുടെ ഒഴുക്ക്, അതിന്റെ വേഗത, അതിലെ ചുഴികൾ, അതൊന്നും നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. അതാണ് ആ വലിയ ദൈവികമായ പദ്ധതി. ഈ വാക്യം നമ്മളോട് പറയുന്നത് ആ ഒഴുക്കിനെ അംഗീകരിക്കാനും അതിനനുസരിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി തുഴയാനുമാണ്, അല്ലാതെ തുഴച്ചിൽ നിർത്തി നിശ്ചലമായിരിക്കാനല്ല. വളരെ നല്ലൊരു ഉദാഹരണം. അതിലൊരു കാര്യം കൂടി ചേർക്കാം. ചിലപ്പോൾ പുഴയുടെ ഒഴുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോയേക്കാം. നമ്മൾ കരയ്ക്കടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒഴുക്ക് നമ്മളെ നടുവിലേക്ക് കൊണ്ടുപോയേക്കാം. ഒറ്റനോട്ടത്തിൽ അതൊരു തിരിച്ചടിയായി തോന്നാം. ശരിയാണ്. പക്ഷെ ഒരുപക്ഷേ ആ നദിക്കപ്പുറത്തുള്ള കരയിൽ കൂടുതൽ നല്ലൊരിടം നമുക്കായി ഒരുക്കിയിട്ടുണ്ടാവാം. നമ്മുടെ ചെറിയ കാഴ്ചപ്പാടിൽ അതൊരു നഷ്ടമായി തോന്നുമെങ്കിലും ആ വലിയ ഒഴുക്കിന് അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ടാകാം. പക്ഷെ ഒരു മിനിറ്റ്, ഇതൊരു തരം ഒഴിഞ്ഞുമാറലായി കാണാൻ പറ്റില്ലേ? എങ്ങനെയെന്ന് വ്യക്തമാക്കാമോ? ഉദാഹരണത്തിന്, പരീക്ഷ കൊട്ടും പഠിക്കാതെ ഒരു കുട്ടി പറയുന്നു, വിധിയിലുണ്ടെങ്കിൽ ഞാൻ ജയിക്കും എന്ന്. ഓക്കേ. അല്ലെങ്കിൽ അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കാതെ ദൈവം വിധിച്ചത് നടക്കട്ടെ എന്ന് പറഞ്ഞു വീട്ടിലിരിക്കുന്നു. അത് ഈ ആശയത്തെ വളരെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ടല്ലേ? തീർച്ചയായും.
അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ വാക്യം പരിശ്രമത്തെ ഒരിക്കലും നിരാകരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ തോണിയുടെ ഉദാഹരണത്തിൽ തുഴച്ചിൽ നിർത്താൻ പറയുന്നില്ലല്ലോ. ഇല്ല. മറിച്ച് തുഴയുന്നതിനൊപ്പം ഒഴുക്കിനെ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇസ്ലാമിക പാരമ്പര്യത്തിൽ തന്നെയുള്ള ഒരു പ്രശസ്തമായ സംഭവമുണ്ട്. ഓക്കെ. ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷം ദൈവത്തിൽ ഭരമേൽപ്പിക്കണോ അതോ അതിനെ അഴിച്ചുവിട്ട ശേഷം ഭരമേൽപ്പിക്കണോ? നല്ല ചോദ്യം. പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു, അതിനെ കെട്ടിയിടുക എന്നിട്ട് ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. അതായത് ചെയ്യാനുള്ളത് ചെയ്യുക. അതെ, നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യണം. പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളിലാണ് ഈ സമർപ്പണം വരുന്നത്. അല്ലാതെ അലസതയെ ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, അത് വളരെ വ്യക്തമായി. അപ്പോൾ ആദ്യത്തെ ഭാഗം പറയുന്നത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു വലിയ പ്ലാൻ ഉണ്ട് എന്നാണ്. ശരിയാണ്. ഇനി അതിന്റെ തൊട്ടടുത്തേക്ക് വരാം. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി മൗല. ഈ ആദ്യത്തെ ആശയത്തോട് ഈ വാക്ക് ചേർത്ത് വെച്ചതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സ്രഷ്ടാവ് എന്നോ അധികാരി എന്നോ പറയാതെ രക്ഷാധികാരി എന്ന് എടുത്തു പറഞ്ഞത് എന്തിനായിരിക്കും? ആ ഒരൊറ്റ വാക്കിവിടെ വരുന്നതോടെ കാര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നത്? അതാണ് ഈ വാക്യത്തിന്റെ ഹൃദയമെന്ന് വേണമെങ്കിൽ പറയാം. ഓ. ആദ്യ ഭാഗത്ത് പറഞ്ഞ വിധിയെ എന്തുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നതിന്റെ കാരണം ഈ രണ്ടാമത്തെ ഭാഗത്താണ്. ശരി. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യാദൃശ്ചികമായ വികാരരഹിതമായ ഒരു ശക്തിയല്ല, മറിച്ച് ഒരു മൗലായാണ്. മറിച്ച് ആഴത്തിലുള്ള കരുതലും സ്നേഹവും സംരക്ഷണവും മാർഗനിർദ്ദേശവുമെല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ വിധിയെ അല്ല അംഗീകരിക്കുന്നത്, മറിച്ച് ഒരു രക്ഷാധികാരിയുടെ, ഒരു മെന്ററുടെ പദ്ധതിയെയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? കൃത്യമായി. ആ ഒരു വ്യത്യാസം വളരെ വലുതാണ്. നിങ്ങൾ ഒരു കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കകപ്പെട്ടാൽ നിങ്ങൾക്ക് ഭയമുണ്ടാകും. കാരണം എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയില്ല. ശരിയാണ്. എന്നാൽ പരിചയസമ്പന്നനായ, നിങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി കരുതലുള്ള ഒരു വഴികാട്ടി ഒപ്പമുണ്ടെങ്കിൽ അതേ കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും. കാരണം ആ വഴികാട്ടിയുടെ പദ്ധതിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതെ. അതുപോലെയാണ് ഇതും. ജീവിതത്തിലെ പ്രയാസകരമായൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അതൊരു അർത്ഥമില്ലാത്ത ദുരന്തമായി കാണുന്നതിനു പകരം ഒരു രക്ഷാധികാരിയുടെ വലിയ പദ്ധതിയുടെ ഭാഗമായി കാണാൻ ഈ വീക്ഷണം സഹായിക്കും. ഇതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് പോലെയാണോ? ഒരു സാധാരണ കർക്കശക്കാരനായ മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴുള്ള പേടിയല്ല, നമ്മളെ ശരിക്കും കെയർ ചെയ്യുന്ന ഒരു മെന്ററുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴുണ്ടാവുക. ആ മെന്റർ നമുക്ക് കടുപ്പമുള്ള ഒരു ടാസ്ക് തന്നാൽ പോലും അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ടാകും. അത് തന്നെ. വളരെ നല്ലൊരു ആധുനിക ഉദാഹരണമാണത്. ആ മെന്ററുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഇല്ല. അതുപോലെ ഈ വിധിക്ക് പിന്നിലുള്ള ശക്തി ഒരു രക്ഷാധികാരിയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ സംഭവങ്ങളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും മാറും. പ്രയാസങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന നിരാശ നിറഞ്ഞ ചോദ്യത്തിനു പകരം ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ എന്റെ രക്ഷാധികാരി എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ക്രിയാത്മകമായൊരു ചോദ്യത്തിലേക്ക് മാറാൻ സാധിക്കും. അത് ശരിയാണ്. ആ ചോദ്യം മാറുന്നത് തന്നെ വലിയൊരു മാറ്റമാണ്. അതെ. ഇത് വിധിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ചിത്രത്തെ പൂർണ്ണമായും മാറ്റി അതൊരു കരുതലുള്ള ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്ന വലിയൊരു ബോധ്യം നൽകുന്നു. പക്ഷേ ഒരു നിമിഷം, ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു രക്ഷാധികാരിയുടെ പ്ലാനിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ വരുന്നത്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞിന് അസുഖം വരുന്നത്, അതിൽ എന്ത് നന്മയാണ് കാണാൻ കഴിയുക? ആ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ഈ ആശയം വിശദീകരിക്കുന്നത്? അത് മനുഷ്യന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ പല സംഭവങ്ങളും നമുക്ക് അർത്ഥമില്ലാത്തതായി തോന്നാം. ശരിയാണ്. ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അതല്ലാതെ വേറെ വഴിയില്ലെന്ന് ആ ഡോക്ടർക്കറിയാം. അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടിനും അപ്പുറത്തുള്ള ഒരു വലിയ ജ്ഞാനവും ലക്ഷ്യവും ദൈവിക പദ്ധതികൾക്കുണ്ടാവാമെന്നാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ആ വലിയ ചിത്രം കാണാൻ കഴിയില്ല എന്നാണോ? അതെ. അതുകൊണ്ട് ആ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരനിൽ, ആ പദ്ധതി തയ്യാറാക്കുന്ന രക്ഷാധികാരിയിൽ വിശ്വസിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഉത്തരം അറിയുന്ന ഒരാളുണ്ടെന്ന വിശ്വാസം നമുക്ക് ശക്തി നൽകും. ഓക്കെ. അപ്പോൾ ഒരു വലിയ പ്ലാൻ ഉണ്ട്, അത് നടപ്പാക്കുന്നത് ഒരു കെയറിംഗ് അതോറിറ്റിയാണ്. ഇതിൽ നിന്ന് സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമുണ്ട്. സോ വാട്ട്? ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാനിനി എന്തു ചെയ്യണം? അതെ.
പ്രായോഗികമായി എന്തു ചെയ്യണം? അതിനുള്ള ഉത്തരമാണോ ഈ വാക്യത്തിന്റെ അവസാന ഭാഗം? അല്ലാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. അതെ, കൃത്യമായി. ഇതൊരു പ്രസ്താവനയല്ല, മറിച്ച് ഒരു പ്രായോഗിക നിർദ്ദേശമാണ്, ഒരു ആഹ്വാനമാണ്. ഓ, ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മുടെ ചിന്തയെയും കാഴ്ചപ്പാടിനെയും കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ, മൂന്നാമത്തെ ഭാഗം നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭരമേൽപ്പിക്കുക, അല്ലെങ്കിൽ അറബിയിൽ പറയുന്ന തവക്കുൽ എന്ന ആശയം. നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ഇത് വെറും കയ്യും കെട്ടിയിരിക്കുന്നതാണോ, എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതാണോ? ഒരിക്കലുമല്ല. അതെങ്ങനെയാണ് സജീവമായൊരു പ്രവൃത്തി, ഒരു ആക്റ്റീവ് ആക്ഷൻ ആകുന്നത്? അതിങ്ങനെയാണ്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ പ്രയത്നിക്കുക, ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക, ചെയ്യേണ്ടതെല്ലാം ഏറ്റവും ഭംഗിയായി ചെയ്യുക. എന്നാൽ അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയില്ലാതെ ആ ഫലം ദൈവത്തിന് സമർപ്പിക്കുക. ഒരു കർഷകന്റെ ഉദാഹരണമെടുക്കാം. ഓക്കേ. അവൻ നിലം ഉഴുതുമറിച്ച് ഏറ്റവും നല്ല വിത്ത് വിതച്ച് കൃത്യസമയത്ത് വെള്ളവും വളവും നൽകി തന്റെ കഴിവിന്റെ പരമാവധി അതിനെ പരിപാലിക്കുന്നു. അതാണ് പരിശ്രമം. ശരി. എന്നാൽ മഴ കൃത്യമായി പെയ്യുമോ, നല്ല വിളവ് ലഭിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവന്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. ആ ഫലത്തെ അവൻ ദൈവത്തിൽ അർപ്പിക്കുന്നു. അതാണ് തവക്കുൽ. അപ്പൊ തവക്കുൽ എന്ന് പറയുന്നത് ഒരുതരം ഫോർമുലയാണ്. മൈ ബെസ്റ്റ് എഫേർട്ട് പ്ലസ് ട്രസ്റ്റ് ഇൻ ദ ഡിവൈൻ പ്ലാൻ ഈക്വൽസ് പീസ് ഓഫ് മൈൻഡ്. വളരെ മനോഹരമായി പറഞ്ഞു. പരിശ്രമം എന്റെ ഭാഗം, ഫലം ദൈവത്തിന്റെ ഭാഗം, അങ്ങനെയല്ലേ? അതുതന്നെയാണ് അതിന്റെ കാതൽ. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ എടുക്കുക. അയാൾ നല്ലൊരു ബയോഡേറ്റ തയ്യാറാക്കുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു, അവിടെ തന്റെ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുന്നു. അതെല്ലാം അയാളുടെ പരിശ്രമം. ഇണ്ടത് ഭംഗിയായി ചെയ്തു. ഇനി എനിക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് നടക്കട്ടെ എന്ന് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ശരിയാണ്, ആ ഒരു സമാധാനം. ആ സമാധാനമാണ് തവക്കുൽ നൽകുന്നത്. ഇത് പരാജയഭീതിയെ ഇല്ലാതാക്കുന്നു. കൂടുതൽ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു സമ്പൂർണ്ണ മനഃശാസ്ത്രപരമായ ഒരു ടൂൾ കിറ്റാണ് ഈ ഒരൊറ്റ വാക്യം, അല്ലേ? അതെ അതെ. ഇത് വളരെ ചിട്ടയായ ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. ഒരു 3 പടികളുള്ള പ്രക്രിയ എന്ന് പറയാം. 1. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം നിയന്ത്രണത്തിലല്ലാത്ത ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അതെ. 2. ആ പദ്ധതിക്ക് പിന്നിലെ ശക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുക. അതൊരു ക്രൂരനായ ഭരണാധികാരിയല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു രക്ഷാധികാരിയാണ്. ഇത് ഭയത്തെ ഇല്ലാതാക്കി സുരക്ഷിതത്വബോധം നൽകുന്നു. കൃത്യം. 3. ഈ അറിവിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രായോഗിക ജീവിതരീതി സ്വീകരിക്കുക. നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ഫലത്തെ പൂർണ്ണമായ സമർപ്പണത്തോടെ ആ രക്ഷാധികാരിയെ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ഇത് ഉത്കണ്ഠയെ കുറച്ച് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നൽകുന്നു. അതെ. ഒരു തിരിച്ചറിവിൽ നിന്ന് തുടങ്ങി ആ ശക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഉറപ്പിലൂടെ കടന്നുപോയി അവസാനം എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു പ്രായോഗിക നിർദ്ദേശത്തിൽ അത് അവസാനിക്കുന്നു. വളരെ മനോഹരം. എനിക്ക് തോന്നുന്നത് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഈ ഉത്കണ്ഠയ്ക്കും അനിശ്ചിതത്വത്തിനുമുള്ള ഒരു ശക്തമായ മറുമരുന്നാണ് ഈ വാക്യം പരോക്ഷമായി വാഗ്ദാനം ചെയ്യുന്നതെന്നാണ്. ആങ്സൈറ്റിക്കും അൺസർട്ടനിറ്റിയും. അതെ. കാരണം ഉത്കണ്ഠയുടെ പ്രധാന കാരണമെന്താണ്? ഭാവിയെക്കുറിച്ചുള്ള നിയന്ത്രിക്കാനാവാത്ത ചിന്തകളാണ്. നാളെ എന്ത് സംഭവിക്കും? ഞാൻ തോറ്റുപോകുമോ? കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ? ഈ ചോദ്യങ്ങളാണല്ലോ നമ്മളെ തളർത്തുന്നത്. അതെ. എന്നാൽ ഈ വാക്യം ആ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം നൽകുകയല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? മറിച്ച് ആ ചോദ്യങ്ങളെ സമീപിക്കാനുള്ള ഒരു പുതിയ രീതി പഠിപ്പിക്കുകയാണ്. ഓക്കേ. ചുരുക്കത്തിൽ, നമ്മുടെ ആശ്രയം നമ്മിൽ നിന്നും നമ്മുടെ പരിമിതമായ കഴിവുകളിൽ നിന്നും ദൈവത്തിലേക്ക് മാറ്റുന്നതിലൂടെ ലഭിക്കുന്ന ഒരു തരം ശാന്തിയും ശക്തിയുമാണ് ഇതിന്റെ എല്ലാം കാതൽ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി പങ്കുവെക്കാമെന്ന് തോന്നുന്നു. ഇത്രയും കേട്ട് കഴിയുമ്പോൾ എന്റെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ട്. അത് നിങ്ങൾക്കും ചിന്തിക്കാൻ വിട്ടുതരാം. തീർച്ചയായും. ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, അല്ലാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. അതെ. നമ്മൾ വിശ്വാസം, ഭരമേൽപ്പിക്കൽ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. ഈ വാക്യമനുസരിച്ച് ഭരമേൽപ്പിക്കുക എന്നത് വെറും വിശ്വാസത്തിന്റെ ഒരു ഭാഗം മാത്രമാണോ? അതോ
ഒരാളുടെ വിശ്വാസം എത്രത്തോളം ആഴമുള്ളതാണെന്ന് അളക്കാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം, അതിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനം തന്നെയാണോ ഈ ഭരമേൽപ്പിക്കൽ? നല്ലൊരു ചിന്തയാണ്. നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാനുള്ളൊരു ചിന്തയായി നൽകുന്നു. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.